ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ 1ാമത്തെ പാഠം അൽ വഹദത്തുൽ ഊല ഖൈറുൽ കലാം. അതിൻ്റെ അർത്ഥം നല്ല പ്രസംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആനിൻ്റെ കൂട്ടുകാരനോട് പറയും, ഓതൂ, കയറിക്കൊണ്ടിരിക്കൂ. ഇഹലോകത്ത് വെച്ച് നീ ഖുർആൻ സാവധാനം ഓതുന്നത് പോലെ ഓതൂ. നിന്റെ സ്വർഗീയ ഭവനം നീ അവസാനം ഓതുന്ന ആയത്ത് തീരുന്നിടത്താണ്. ഈ ഇഹലോകത്ത് വെച്ച് കൂടുതൽ ഖുർആൻ ഓതുന്നവർ ഖുർആനിൻ്റെ കൂട്ടുകാരനാണ്. അവരോട് പരലോകത്ത് വെച്ച് ഖുർആൻ പറയും, നീ സമാധാനപൂർവം ഓതി പദവികളിൽ കയറുക. ഭൗതിക ലോകത്ത് നീ ചെയ്തിരുന്നതുപോലെ നീ സാവധാനം പാരായണം ചെയ്യൂ. കാരണം നീ അവസാനം ഓതുന്ന ആയത്തിനടുത്താണ് നിന്റെ പദവി. കൂടുതൽ ഖുർആൻ ഓതുന്നതിനനുസരിച്ച് പദവികൾ കൂടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഖുർആൻ പാരായണവും പഠനവും വളരെ മഹത്വമുള്ള സൽക്കർമ്മമാണ്. അല്ലാഹു തആലയുടെ വിശുദ്ധ കലാമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും ശേഷം സച്ചരിതരായ സ്വഹാബത്ത്, താബിഉകൾ, ഇമാമുകൾ തുടങ്ങി ഗുരുപരമ്പരയിലൂടെ നമുക്കും ലഭിച്ചു. കൂട്ടിച്ചേർക്കലുകൾക്കോ മാറ്റത്തിരുത്തലുകൾക്കോ വിധേയമാവാതെ ആശയസമ്പൂർണതയോടെ അന്ത്യനാൾ വരെ ഖുർആൻ നിലനിൽക്കുക തന്നെ ചെയ്യും. ഖുർആൻ പാരായണത്തിന് വളരെ മഹത്വമുണ്ട്. നമുക്കറിയാം, നാവ് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പുണ്യമുള്ള ആരാധനയാണ് ഖുർആൻ പാരായണം. അല്ലാഹു തആലയുടെ വിശുദ്ധമായ കലാമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് ഹിറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചത്. ഖുർആൻ്റെ തുടക്കം ഇഖ്റ ബിസ്മി എന്ന ആയത്തിലൂടെ ആയിരുന്നു. സ്വഹാബത്ത്, താബിഉകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ആളുകൾ, അത് ഇമാമുകൾ എന്ന് പറഞ്ഞാൽ 4 ഇമാമുകൾ തുടങ്ങി ഗുരുപരമ്പരയിലൂടെ നമുക്ക് ലഭിച്ചു. ആ പരിശുദ്ധമായ ഖുർആനിന് കൂട്ടിച്ചേർക്കലുകളോ മാറ്റത്തിരുത്തലുകൾക്കോ അത് ഒരിക്കലും വിധേയമാകില്ല. അത് അന്ത്യനാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. നമുക്ക് ബാക്കി നോക്കാം. വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങളായതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാണ്. പാരായണം, എഴുത്ത്, വ്യാഖ്യാനം എല്ലാം സവിശേഷവും പ്രത്യേകതകൾ നിറഞ്ഞതുമാണ്. അവ പാലിക്കാതെയുള്ള പാരായണവും എഴുത്തും പഠനവും കുറ്റകരമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന് പ്രത്യേക രീതിയുണ്ട്. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് നമ്മൾ തജ്വീദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഖുർആൻ്റെ എഴുത്ത്, വ്യാഖ്യാനം എല്ലാം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. സത്യവിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും അനിവാര്യമായതിനാൽ അവയുടെ പ്രത്യേക നിയമങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ പാരായണ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. മനുഷ്യരായ നമ്മോടുള്ള അല്ലാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഖുർആൻ എന്ന വിചാരത്തോടെ നിയമങ്ങൾ പാലിച്ചും ഭക്തിയോടെയുമാവണം നാം പാരായണം ചെയ്യേണ്ടത്. ഖുർആൻ പാരായണത്തിൽ നമുക്ക് ഭയഭക്തി വേണം. തജ്വീദ് നിയമങ്ങൾ പാലിച്ചും നമ്മൾ ഓതാൻ ശ്രദ്ധിക്കണം. ഖുർആൻ അല്ലാഹു തആല നമ്മോടുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് പരിശുദ്ധ ഖുർആൻ. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രിബാത്ത് നോക്കാം. 1ാമത്തെ നുജിബ്. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആൻ ഓതുന്നതിൻ്റെ നേട്ടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഈ പാഠത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫാണ് അതിൻ്റെ ആൻസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിൻ്റെ കൂട്ടുകാരനോട് പറയും, ഓതൂ, കയറിക്കൊണ്ടിരിക്കൂ.
ഇഹലോകത്ത് വെച്ച് നീ ഖുർആൻ സാവധാനം ഓതുന്നത് പോലെ ഓതൂ. നിന്റെ സ്വർഗീയ ഭവനം നീ അവസാനം ഓതുന്ന ആയത്ത് തീരുന്നിടത്താണ്. അതുവരെ എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ പാഠത്തിൽ കൊടുത്ത ഹദീസിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അതിൻ്റെ ആൻസർ, ഖുർആനിൻ്റെ കൂട്ടുകാരനോട് സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതാൻ പറയും. ഖുർആൻ സാവധാനത്തിലാണ് ഓതേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് എത്തിയത് എങ്ങനെ? അതിൻ്റെ ആൻസർ, വിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും ശേഷം സച്ചരിതരായ സ്വഹാബത്ത്, താബിഉകൾ, ഇമാമുകൾ തുടങ്ങി ഗുരുപരമ്പരയിലൂടെ നമുക്കും ലഭിച്ചു. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആൻ എല്ലാ നിലക്കും വ്യത്യസ്തമാണ്, കാരണമെന്ത്? അതിൻ്റെ ആൻസർ, വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങളായതുകൊണ്ട്. ആൻസർ, വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങളായതുകൊണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എങ്ങനെ? അതിൻ്റെ ആൻസർ, നിയമങ്ങൾ പാലിച്ചും ഭക്തിയോടെയുമാവണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ആൻസർ, നിയമങ്ങൾ പാലിച്ചും ഭക്തിയോടെയുമാവണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നഖ്റ വനസിൽ കോളത്തിൽ വിശുദ്ധ ഖുർആൻ അത് ചേർത്ത് വായിക്കുക. വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങൾ. വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കുന്നത്. വിശുദ്ധ ഖുർആൻ മറ്റെന്തിൽ നിന്നും വ്യത്യസ്തം. വിശുദ്ധ ഖുർആൻ പാരായണം സത്യവിശ്വാസികൾക്ക് അനിവാര്യം. അടുത്ത ക്വസ്റ്റ്യൻ, തഖ്സീസ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരു ഖണ്ഡിക എഴുതുക. വിശുദ്ധ ഖുർആൻ പാരായണ മഹത്വത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഖുർആൻ പാരായണം വളരെ മഹത്വമുള്ള സൽക്കർമ്മമാണ്. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം ലഭിക്കും. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഖിയാമത്ത് നാളിൽ ഖുർആൻ ശുപാർശകനായി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു തആല ധാരാളം പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഒന്നും കൂടെ വായിക്കാം. ഖുർആൻ പാരായണം വളരെ മഹത്വമുള്ള സൽക്കർമ്മമാണ്. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം ലഭിക്കും. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഖിയാമത്ത് നാളിൽ ഖുർആൻ ശുപാർശകനായി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു തആല ധാരാളം പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നഖ്റ മിൻ അവലി സൂറത്തിൻ യൂനുസ് ഇലാ അൻ ഇബാദത്തിക്കും ലആഫിലീൻ. സൂറത്ത് യൂനുസ് ഇബാദത്തിക്കും ലആഫിലീൻ വരെ പാരായണം ചെയ്യുക. അടുത്തത് സൂറത്ത് യാസീൻ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്തിലെ 5 ആയത്തുകൾ മനഃപ്പാഠമാക്കുക. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഈ പാഠം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖലറായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി
അഫ്ളല ഖുറത്തുൽ ഐനൈനി ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാ.